ശ്വേതാ മേനോന്റെ ഹർജിയിൽ നടപടികൾ റദ്ദാക്കി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നടപടികൾ പാലിച്ചില്ലെന്ന് പറഞ്ഞ കോടതി തുടർ നടപടികൾ തടഞ്ഞു. പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പേരുകളുമായി അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, ശ്വേതാ മേനോനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള വാർത്തയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏതൊക്കെ നടപടികൾ റദ്ദാക്കിയിരിക്കുന്നു? വിശദമായ ശ്വേതാ മേനോനെതിരായ കേസിൽ പ്രത്യേകിച്ച് എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസ് എടുത്തത് തന്നെ ചില നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്. അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണം എന്നതുൾപ്പെടെയാണ് ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായും കേസ് ഇന്ന് പരിഗണിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകമായി തന്നെ അത് മെൻഷൻ ചെയ്ത് ജസ്റ്റിസ് VG അരുണിന്റെ സിംഗിൾ ബെഞ്ച് പ്രത്യേകിച്ച് ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയം എന്നുള്ള നിലയ്ക്കാണ്. കാര്യം ഓഗസ്റ്റ് 15 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ചില താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചില ആളുകൾ വളരെ ഗൂഢാലോചനാപരം എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ചില ലക്ഷ്യത്തോടെ ചില താല്പര്യത്തോടെ ഗൂഢലക്ഷ്യത്തോടു കൂടി നൽകിയ കേസാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇപ്പോഴെന്തായാലും ഈ കേസ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന് ചില കാര്യങ്ങൾ കൂടി കോടതി ഈ ഹർജിയിൽ ശ്വേതാ മേനോൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, അമ്മയുടെ പ്രസിഡന്റായി ഒരു സ്ത്രീ വരിക എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതുകൊണ്ട് അതിനെ തടയാൻ ചില വാദങ്ങൾ ചില ആളുകൾ മുന്നോട്ട് വെക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതോട് ചേർത്ത് വായിക്കേണ്ട ചില വസ്തുതകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര തലത്തിൽ ഒരു പൊതു തീരുമാനമുണ്ടായിരുന്നു. ആരോപണ വിധേയരായ കുറ്റാരോപിതരായ ആളുകൾ മാറി നിൽക്കട്ടെ. അങ്ങനെയാണ് ചില ആളുകൾ മത്സരരംഗത്തുണ്ടായിരുന്ന കുറേയധികം ആളുകൾ മാറിപ്പോയി. സ്വാഭാവികമായും ശ്വേതയ്ക്കെതിരെയും ഒരു കേസ് വരുന്നു എന്ന് പറയുമ്പോൾ അവരും മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വരും. ആ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്നതുൾപ്പെടെയാണ് നമ്മൾ ശ്വേതയുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അതാണ് ഇപ്പോൾ കോടതിയിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ് ഈ ഹർജിക്ക് പിന്നിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വാദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. അതായത് CJM കോടതി കേസ് പോലീസിന് വിട്ടത് ഒരു പ്രാഥമിക പരിശോധന പോലും നടത്താതെ അതിൽ കൃത്യമായി തന്നെ ചില നടപടിക്രമങ്ങളുടെ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം കോടതി കേസ് പരിഗണിക്കുമ്പോഴേക്ക് എറണാകുളം CJM കോടതി കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകണം. ഒപ്പം തന്നെ പോലീസും പരാതിക്കാരനും കോടതിക്ക് മറുപടി നൽകുകയും വേണം. ശരി മുസ്തഫ.